നഗരം വിട്ടുപോയ കോഴിക്കോട് ഫയർ യൂണിറ്റ് തിരികെ കൊണ്ടുവരാൻ കോർപ്പറേഷൻ തീരുമാനം. പഴയ കോർപ്പറേഷൻ കെട്ടിടത്തിലാണ് ഇവർ താൽക്കാലികമായി പ്രവർത്തിക്കുക. കഴിഞ്ഞ ദിവസം നടന്ന കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം. ഫയർ യൂണിറ്റ് മീൻചന്തയിലേക്ക് മാറ്റിയതിന് പിന്നാലെ വലിയ പ്രതിഷേധമുയർന്നിരുന്നു. തിരക്കേറിയ കോഴിക്കോട് നഗരത്തിൽ ഫയർ യൂണിറ്റ് ഇല്ലാത്തത് വലിയ സുരക്ഷാ ഭീഷണിയായിരുന്നു. നഗരത്തിൽ അപകടം നടന്നാൽ ഫയർഫോഴ്സിന് പെട്ടെന്ന് എത്താൻ സാധിക്കില്ല എന്നതായിരുന്നു പ്രധാന പ്രതിസന്ധി. വ്യാപാരി സംഘടനകളും പൊതുജനങ്ങളും ആശങ്ക അറിയിച്ചിരുന്നു. പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയാണ് നഗരത്തിൽ തന്നെ ഫയർ യൂണിറ്റിന് താൽക്കാലിക സ്ഥലം നൽകാൻ കോർപ്പറേഷൻ തീരുമാനിച്ചത്. പഴയ കോർപ്പറേഷൻ കെട്ടിടത്തിലെ അഴക് വിഭാഗത്തിന്റെ ഓഫീസിലായിരിക്കും യൂണിറ്റ് താൽക്കാലികമായി പ്രവർത്തിക്കുക. ഇവരുടെ വാഹനങ്ങൾ നിർത്തിയിടുന്നതിന് ആവശ്യമായ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കും. മിഠായിത്തെരുവ്, വലിയങ്ങാടി, പാളയം ഉൾപ്പെടെയുള്ള പ്രധാന മേഖലകളിലേക്ക് ഇതോടെ ഫയർ യൂണിറ്റിന് അടിയന്തര സാഹചര്യങ്ങളിൽ പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കും. അഴകിന്റെ ഓഫീസ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയാണ് ഫയർ യൂണിറ്റ് താൽക്കാലികമായി ഇവിടെ പ്രവർത്തിക്കുക. തങ്ങൾക്ക് താൽക്കാലികമായി പ്രവർത്തിക്കുന്നതിന് കോഴിക്കോട് നഗരത്തിലെ വിവിധ സ്ഥലങ്ങളുടെ പട്ടിക ഫയർഫോഴ്സ് അധികൃതർ തന്നെ കോർപ്പറേഷന് നൽകിയിരുന്നു. ഇതിൽ ഉൾപ്പെട്ടതായിരുന്നു അഴകിന്റെ കെട്ടിടം. അതേസമയം ഫയർ യൂണിറ്റിന് നഗരത്തിൽ സ്ഥിരം സംവിധാനമൊരുക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കോർപ്പറേഷൻ ആവശ്യപ്പെട്ടു. മീഡിയ 1 കോഴിക്കോട്.